ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കണ്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണ, മണ്ണെണ്ണ അങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിക്കണ ഒരു ക്യാനാണ്. കണ്ടോ, അങ്ങനത്തെ ഒരു ക്യാനാണ്. ഇത് കണ്ടോ, ഇത് ഇവിടെ ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനത്തെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മളിന്ന് ഈ ക്യാനിലാണ് നമ്മളിന്ന് നമ്മുടെ പ്ലാന്റ് വെക്കാൻ പോണത് കേട്ടോ. ഒരു ഭാഗം, നടുഭാഗം, കടലിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടുഭാഗം, ഈ നടുഭാഗം ഇങ്ങോട്ട് നമ്മൾ മുറിച്ചെടുക്കും കേട്ടോ. ഞാൻ മുറിച്ചെടുക്കാൻ പോകണം. അങ്ങനെ നമ്മളിത് മുറിച്ചെടുക്കാൻ പോകും. ഒരു സ്ക്വയർ ഭാഗമായിട്ട് നമ്മളതിങ്ങനെ മുറിച്ചെടുക്കാൻ പോകണം കേട്ടോ. ഞാനിതിങ്ങനെ ചെടുത്തു. അതിൻ്റെ ഒരു സ്ക്വയറായിട്ടൊരു ഭാഗം ഉണ്ട്. അതില്ല, ആ ഭാഗമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് മുറിച്ചെടുത്തു. കുറച്ച് പത്ര ഭംഗിയായിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെ കുറച്ച് അഴുക്ക് കിട്ടും. ഒരു ചെടി വെക്കാനുള്ളതല്ല. ഇതാ കണ്ട, അതപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ക്യാൻ നമ്മളിതാ ഇങ്ങനെ സ്ക്വയറായിട്ട് നമ്മൾ മുറിച്ചെടുക്കും. ഇനി നമ്മൾ ഇതിനകത്താണ് നമ്മൾ ചെടി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും നമ്മൾ കളയണില്ല. ഇതിങ്ങനെ മുറുക്കി തന്നെ ഇരുന്നോട്ടെ കേട്ടോ. കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ ചെടി വയ്ക്കും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെടി വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് വെറുതെ ആവശ്യമുണ്ട് പുറത്ത് കിടക്കുന്നത്. അതിലാണ് നമ്മൾ ചെടി വയ്ക്കാൻ പോകുന്നത്. ഒന്നുകൂടി ഭംഗിയായിട്ടൊക്കെ മുറിക്കാട്ടെ. ഞാനിത് മുറിച്ചിട്ട് അത്ര ഭംഗിയായിട്ടില്ല. നമ്മൾ ഈ കത്രോടെല്ലാം മുറിക്കുന്നത് ഭംഗിയായിട്ടില്ല. കുഴപ്പമില്ല, അത്യാവശ്യം പൊങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ മുറിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കണം. കണ്ടോ, ഇങ്ങനെ വെട്ടി കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചെടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാനിൽ നമുക്ക് മണ്ണിടണം. അല്ല, അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നടാൻ പോണ ചെടി കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നടാൻ പോണ ചെടിയാണിത്. ഈ ചെടിയാണ് നമ്മൾ ഇതിനകത്ത് നടാൻ പോണത്. ഇതിൻ്റെ പേര്, ഇതൊരു തരം അഗ്ലോണിമയാണ്. ഇതുപോലത്തെ ചുമന്ന അഗ്ലോണിമ ഉണ്ട്, ഇത് വെള്ള അഗ്ലോണിമ കേട്ടോ. ഇത് അഗ്ലോണിമ ചെടി. ഈ ചെടിയുടെ പേരാണ് അഗ്ലോണിമ. കണ്ടോ, ഈ ചെടിയാണ് നമ്മളിന്ന് ആ ക്യാനിൽ നടാൻ പോണത്. അതിനുവേണ്ടി ഞാൻ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെടി നമ്മളെടുത്ത് എന്തുണ്ട് അതിൻ്റെ വേരൊക്കെ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ വേര് പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ള വേരുകൾ മാത്രം എടുക്കുന്നു. വേര് അതിൻ്റെ അതൊക്കെ കളഞ്ഞിട്ട് അതിൽ ചെടി ഇതിനകത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. വാടി വെക്കുന്ന ഇലകളൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ഇലകൾ മാത്രം. എൻ്റെ കൊച്ചുമോനോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചുമോനെ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ അവൻ ഇവിടെ ഇരുന്നിട്ട് ഓരോ പാട്ടൊക്കെ പാടും. ഞാനവനെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ പാടിയ പാട്ട് പാടിയ, ആവേ പാട്ട് പാടിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പാട് കുട്ടൻ, പാട് പാട്. പാട്ട് പാടുற കുട്ടാ. അത് നമ്മൾ നല്ലത് മാത്രം എടുത്തതാ. നല്ല ചെടികൾ, നല്ല ഇളപ്പുകൾ മാത്രം എടുത്തു. അതായത് അതിൻ്റെ ചീത്തയായിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ട് ഇതാ
നമ്മളെടുത്ത് കണ്ട. ഇതാണ് ഇതിനകത്ത് നമ്മൾ വയ്ക്കാൻ പോണ ചെടിയിട്ടാണ്. അഗ്ലോണിമ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ തന്നെ ചുമപ്പുണ്ട്. ഇതിൻ്റെ ഇലയുമ്പോൾ അങ്ങനെ ചുമപ്പ് കളറായിട്ടുള്ളതുണ്ട്. അഗ്ലോണിമ തന്നെ 10-15 വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ചെടികൾ നമ്മൾ ആ ക്യാനിൽ നട്ടു. അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഉറപ്പിച്ച് വെച്ചു. അതാണ് നിങ്ങൾ കാണുന്നത്. കണ്ട, അതിനകത്ത് എല്ലാ ചെടികളും ചെറിയ ചെറിയ ഇലപ്പോടൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചു, മണ്ണിൽ ഉറപ്പിച്ച് വെച്ചു. ഇതാ നോക്ക്, കണ്ട, നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ച് വെച്ചു. കണ്ടോ? ഇനി നമ്മളിതിനകത്തേക്ക് വീണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ആ വേരുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഭംഗിയാക്കിയിട്ട് നമ്മൾ അപ്പം നല്ല ലെവലാക്കാം. മണ്ണൊക്കെ ഇട്ട് നല്ല ലെവലാക്കാം. അപ്പം നമ്മളിത് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാണ്ട് കിടക്കണ, ആവശ്യമില്ലാത്ത, ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ്. നമ്മൾ ഉപയോഗപ്രദമായിട്ടുള്ളതല്ല. ഇതിൻ്റെ ഓരോ വശങ്ങളൊക്കെ ചെറുതായിട്ട് ചെറിയൊരു ഓട്ടയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര കുഴപ്പമില്ല. വെള്ളമൊന്നും അത്യാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ഉള്ളിൽ കൂടി പോകും. അങ്ങനെയുള്ള ഈ ക്യാനാണ്. അപ്പം നമ്മളിത് വെറുതെ പ്ലാസ്റ്റിക്കുകാർക്ക് കൊടുക്കുന്ന ക്യാനാണ്. അതിന് നമ്മൾ നല്ല ഭംഗിയുള്ള ചെടി വെച്ചേക്കണം. ഇപ്പോൾ കണ്ടോ, നോക്കിയാൽ നല്ല ഭംഗിയുള്ള അഗ്ലോണിമ ചെടി കണ്ടോ. അഗ്ലോണിമ തന്നെ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. ശരിക്കും 20 അല്ല, അതിലും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇത് അതിലെ ഒരു വെറൈറ്റിയാണ്. ഇത് കൂടാണ്ട് ചുമപ്പ് തരം അഗ്ലോണിമ ഉണ്ട്. അതിൽ തന്നെ 2-3 തരം ഉണ്ട്. അപ്പം ഇത് മറ്റൊരു തരം അഗ്ലോണിമ ചെടി കണ്ടോ. അപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കന്നാസ് എന്നാണ് തോന്നുന്നത് മലയാളത്തിൽ പറയണത്, ഇംഗ്ലീഷിൽ ക്യാൻ. അപ്പം ഇതിനകത്താണ് നമ്മൾ ചെടി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊന്നും നഷ്ടപ്പെടുത്താനില്ല. നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെടി വയ്ക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മണ്ണിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഏറ്റവും നന്നായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ മതിലുകളുണ്ടല്ലോ. നമ്മുടെ മതിലുകളുമൊക്കെ ഇത് നന്നായിട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഫ്രണ്ടിലത്തെ മതിലുമൊക്കെ ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് പലതരം അഗ്ലോണിമകൾ ഇങ്ങനെ ഈ കന്നാസ് ആവശ്യമായിട്ട് കിടക്കണമെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെള്ളം വേണ്ടിട്ട് അതാണ് ഞാൻ ഈ പാത്രത്തിൽ വെള്ളം എടുത്തിരുന്നത്. കാരണം ഇത് പാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. നിങ്ങൾ വേസ്റ്റ് കളയണ ഒരു സാധനങ്ങളും അല്ല, ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ഒരു സാധനങ്ങൾ നിങ്ങൾ നശിപ്പിച്ച് കളയേണ്ട. ഇതുപോലെ നമുക്ക് ചെടികൾ വയ്ക്കാൻ പറ്റും. അത് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിവിധങ്ങളായ ചെടികൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് അലങ്കരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ
ഇതുപോലെ നല്ലൊരു ഉപയോഗപ്രദമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഓക്കെ, ബൈ ബൈ.